ഹായ് ഗൈസ്, എന്തുണ്ട് വിശേഷം? നമ്മൾ കുറേ നാളായി നല്ലൊരു വീഡിയോ ഒക്കെ ഇട്ടിട്ടില്ലേ? അപ്പം കുറച്ച് ദിവസം നല്ല മഴയായിരുന്നു. മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ടല്ലോ. നമ്മളിങ്ങനെ പുറത്തോട്ടിറങ്ങിയപ്പോൾ നമ്മളെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ ആയി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം മാങ്ങ സീസണൊക്കെ നമ്മളെ കഴിഞ്ഞു, മാങ്ങയൊക്കെ തീർന്നു. പക്ഷേ ലാസ്റ്റായിട്ട് മാങ്ങനകത്തുനിന്ന് ഒരു മാങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതാണ് നമുക്ക് ലാസ്റ്റ് സീസൺ കഴിഞ്ഞ് ഇപ്പം ഫൈനലി കിട്ടിയ ഒരു മാങ്ങയാണിത്. ഞാൻ മുറിച്ചില്ല, കേടാണോ എന്താണെന്ന് അറിയത്തില്ല. നമ്മൾ പല വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്, നമ്മളെ മാവാണ്. അങ്ങനെ ഈ പ്രാവശ്യത്തെ മാങ്ങയുടെ സീസണെല്ലാം കഴിഞ്ഞു. എടാ നല്ലൊരു നല്ല സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ അടിച്ച് കയറി വരുന്നുണ്ട്. എന്താ പിന്നെ മഴയുടെ ചെറിയൊരു അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ വീട്ടിൽ കുറച്ച് ദിവസമായിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് പിച്ചാൻ പറ്റാത്ത കുറച്ച് ഫ്രൂട്ട്സൊക്കെ നിൽക്കുന്നത്. അങ്ങനെ ഈ ഒരു മാങ്ങ കിട്ടി. പിന്നെ ഇത് നമ്മുടെ ഇവിടെ തന്നെ പിടിച്ച കപ്പയ്ക്കയാണ്. ഇത് പറിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം മേളിൽ ചെന്ന് നിന്നിട്ട് വേണമായിരുന്നു ഇത് പറിച്ചെടുക്കാൻ വേണ്ടി. അപ്പോൾ കുറച്ച് റിസ്ക് പിടിച്ച പരിപാടി ആയതുകൊണ്ട് ഞാനിതിൻ്റെ വീഡിയോ എടുത്തില്ല. ഇതാണ് ഞാൻ മേളിൽ പോയി പറിച്ചെടുത്തുകൊണ്ട് വന്നു. ഇതാണ് ഗൈസ്, കണ്ടോ, കാണുന്നുണ്ടോ? അപ്പം ഇവിടെ ഞാൻ മേളിൽ പോയി കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. അങ്ങനെ ഞാൻ മേളിൽ നിന്ന് കപ്പയ്ക്കൊക്കെ പറിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ അടുത്ത ഇരയെന്ന് പറയുന്നത്. ഇത് വേറൊന്നുമല്ല, ഇത് ഞങ്ങളിവിടെ മേടിച്ച് വെച്ചിട്ട് ഒരു 2-3 വർഷം കണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇതിനകത്തൊരു കന്നിപ്പഴം വന്ന് അത് ഓൾറെഡി നല്ലപോലെ വിളഞ്ഞു. അങ്ങനെ ഈ കഴിഞ്ഞ മഴയത്ത് ഇതിനകത്ത് നിന്ന് ചക്കയുടെ വെയിറ്റ് കാരണം ഇതിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ്, അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് പിച്ചാൻ പാകത്തിന് നമ്മളെല്ലാം പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി ഇതാണ് നമ്മുടെ ഇതിനകത്ത് 2-3 പഴോടി നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിത് കാക്ക കൊത്തുന്നതിന് മുന്നേ നമുക്കിത് പറിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പറിച്ചെടുക്കാം. പിന്നെ ഇത് മേടിച്ച് വെച്ച സമയത്ത് ഞങ്ങളിവിടെ പറയുന്നത് ക്യാൻസറിന് പ്രതിരോധിക്കുന്ന ഒരു സൈസ് ചക്കയാണെന്ന്. പക്ഷേ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇത് സർസുപ്പെന്നെങ്ങാണ്ടാണ് ഇതിൻ്റെ ആ ഒരു പേര് കിടക്കുന്നത്. കണ്ടോ ഗൈസ്, ഇത് തൊട്ടതേ ഉള്ളൂ. ഒന്ന് ജസ്റ്റ് ഇതിങ്ങനെ തൊട്ടപ്പോൾ തന്നെ ഇതങ്ങ് അടർന്ന് വീണു. ഇനി അതിൽ 2 ഉണ്ട്, നമുക്ക് അതുകൂടി പറിച്ചിട്ട് തരാം. അപ്പോൾ ഇത് നമുക്ക് ആ വലയ്ക്കകത്ത് കിട്ടിയില്ല, അത് താഴെയാണ് വീണത്. ഇനിയുണ്ട് ഒരെണ്ണോട് മേടിക്കുന്നത്. അത് കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. നമുക്ക് എന്തായാലും നോക്കാം. ഇത് 2 നമുക്ക് പഴുപ്പിക്കാൻ പറ്റിയ പരുവത്തിലായിരിക്കുന്നത്. പക്ഷേ ഇത് നല്ല പഴുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തൊട്ടപ്പോഴേ താഴെ വീണിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരെണ്ണോടി ഉണ്ട്, അതുകൂടി പറിച്ചെടുക്കാവേ. അങ്ങനെ നമുക്ക് ഈ ഒരു ചെറുത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കിയെല്ലാം കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് വിളവെടുത്ത കുറച്ച് പഴവർഗ്ഗങ്ങളാണ് ഈ കാണുന്നത്. അതും ഞങ്ങളുടെ വീട്ടിൽ പിടിച്ചതായിട്ട് നമുക്ക് 4 ഈ ഒരു ചക്കേനെ വായി വരുന്നുണ്ട്. ഇത് സർസ് ഫ്രൂട്ടും പിന്നെ ഈ ഒരു മാങ്ങ, പിന്നെ നമുക്കിത് കപ്പയ്ക്ക, നീലക്കപ്പ കേട്ടോ, നല്ല മധുരമാണ്. അപ്പം ഇതിൽ ഈ ഒരെണ്ണം നല്ല പഴുത്തയാണ്. ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ഗൈസ് കണ്ടോ, നല്ല പഴുത്തയാണ്. അടുത്തത് നമ്മുടെ പപ്പായയാണ്. എല്ലാം നല്ല ഓർഗാനിക് ഫ്രൂട്ടാട്ടോ. നമുക്ക് ഉണ്ടാകുന്നതാണെന്ന് വിശ്വസിച്ച് നമുക്ക് കഴിക്കാം. തൊലി നമുക്കങ്ങ് ചെത്തിക്കളയാം. നമുക്ക് മിക്കപ്പോഴും ഈ പപ്പായ സീസൺ മാത്രമല്ല, നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട് ഈ ഒരു പപ്പായ. അപ്പോൾ ഗൈസ്, ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് ഫ്രൂട്ട്സും നമ്മൾ പറിച്ചെടുത്ത സാധനവും ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മുടെ എല്ലാവർക്കും ബൈ.